ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ ഞാനും മാമനും കൂടിയിട്ട് അമ്പലത്തിൽ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. മല്ലൻകുഴി എന്നാണ് കേട്ടോ ഈ അമ്പലത്തിൻ്റെ പേര്. ശിവന്റെ കാട്ടാള രൂപമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മലങ്കുറത്തിയായ പാർവതി ദേവിയും അയ്യപ്പനും നാഗദേവങ്ങളുമാണ് അവിടെ ഉള്ളത് കേട്ടോ. പണ്ട് കാലത്ത് ആൽത്തറയും കല്ല് പ്രതിമകളും മാത്രമായിരുന്നു. എല്ലാ മാസവും 1-ാം തീയതികളിലാണ് ഇവിടെ അമ്പലം തുറന്നു പ്രവർത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രധാന ഉത്സവം എന്തെന്നാൽ ഇളനീരാട്ടമാണ്. അത് എല്ലാ വർഷവും മീനം 1-നാണ് കേട്ടോ ഉണ്ടാവുക. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി ഗൈസ്. വേറൊരാളും കൂടി ഉണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇവിടെ എല്ലാ മതസ്ഥർക്കും പോകാം കേട്ടോ. ഇന്ന ജാതി ഇന്ന മതം അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും പോവാം. പണ്ട് കാലത്ത് ഇവർക്ക് മഴ കിട്ടാത്തപ്പോൾ എല്ലാ മതസ്ഥരും വന്ന് മല്ലനെ പ്രാർത്ഥിച്ച് പായസം കഴിപ്പിച്ച് വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മഴ പെയ്തു, നല്ല ഇടി വെട്ടി നല്ല മഴ പെയ്തു എന്നാണ് കേട്ടോ പറഞ്ഞത്. പണ്ട് കാലത്തെ ആളുകൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അവിടെ മഴ ഉണ്ടാവാറില്ല അത്രേ. അപ്പോഴവിടെ മല്ലൻ്റെ അടുത്ത് പോയി പായസം വെച്ച് മല്ലനെ നിവേദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മഴ കിട്ടാറുണ്ട് എന്നാണ് പണ്ടുള്ള കൃഷിക്കാർ പറയാറ് എന്നാണ് ഞാൻ അവിടെ പോയപ്പോൾ അറിഞ്ഞത് കേട്ടോ. അപ്പൊ ഞങ്ങളങ്ങനെ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ നിന്ന് തൊഴുത് അങ്ങനെ നടക്കുന്നു. എന്ത് കണ്ടോ, ഒരു അപ്പുറത്തും ഇപ്പുറത്തും കാടാണ്. ഞാൻ നടുവിലാണ്. അച്ഛനിതാ ഇടിക്കാൻ വരുന്നു. ഗായ്സ്, അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയതാണ്. പക്ഷെ അമ്പലത്തിൽ പോയൊരു വൈബല്ല, അതാളൊരു ചൂറ് വന്നിട്ട് പോണൊരു വൈബാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് എൻ്റെ വീട്ടിലേക്ക് എത്തി ഗൈസ്. എന്നിട്ട് ഞങ്ങൾ വരണ വഴിക്ക് ഞങ്ങളൊരു കരിമ്പ് ജ്യൂസിൻ്റെ ഒരു കട കണ്ടു. അപ്പോൾ അവിടെ ഒന്ന് നൈസായിട്ട് നിർത്തിയിട്ട് കുറച്ച് കരിമ്പ് ജ്യൂസ് കുടിച്ചു. നമ്മളിന്ന് കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വന്നതാണ്. വീട്ടിലെത്തി ഗായ്സ്.